എന്താ ചേച്ചി, ഒന്നും വരയ്ക്കാൻ തോന്നുന്നില്ലേ? ഇല്ല ദേവു, എന്റെ മനസ്സിലൊരു ചിത്രവും തെളിയുന്നില്ല. എന്നാ കുഞ്ഞ് ഈ കേശവന്റെ ചിത്രം വരച്ചാട്ടെ. വെറുതെ കൊച്ചമ്മയുടെ പെയിന്റ് ചെയ്തേക്കണ്ട. എന്റെ ചിത്രം ഒന്ന് വരയ്ക്കണം കൊച്ചമ്മേ, എനിക്ക് വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാനാ. ഫ്ലെയിം ചെയ്ത് വെക്കാൻ ഒരു മുഖം. താൻ മാറിയിക്കണോ, ഞാനൊന്നും കൊടുക്കാം. നീ ഇരുന്ന് കൊടുത്താൽ മതി. നിങ്ങൾ വഴക്കൂട്ടാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ? നിന്നോടാ രണ്ടുപേരോടും കൂടിയാ പോകാൻ. രണ്ടുപേരോട് ചേച്ചി എന്താ വരയ്ക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. രഘു, ഒന്നിവിടെ വന്ന് നിൽക്കൂ. ചേച്ചി, ഈ രഘുവിന്റെ ചിത്രം വരച്ചോളൂ. കൊച്ചമ്മേ, നമുക്ക് ഈ ചിത്രത്തിന് കുട്ടനാടിന്റെ സന്തതി എന്ന് പേരിടാം. ചേട്ടാ, നിന്നോട് നിൽക്കാൻ ആര് പറഞ്ഞു? ഇവര് പറഞ്ഞിട്ടാ. ചേട്ടാ, ഇതാരാണെന്ന് ഗോപിച്ചേട്ടന് അറിയാമോ? ഏവള്ളി തറവാട്ടിലല്ലേ? കേട്ടിട്ടുണ്ട്. വന്ന വിവരം പറഞ്ഞു. എടാ ഗോപി, ഇവര് നിന്റെ അനിയന്റെ ചിത്രം ഒന്ന് വരച്ചതുകൊണ്ട് ആകാശം ഇനി വിടാൻ പോണോ? നിങ്ങൾ പണവും പ്രതാപവും ഒക്കെ ഉള്ളവരാണ്, അതങ്ങ് കയ്യിലിരിക്കുന്നു. പടവും വരച്ച് ഫോട്ടോയും എടുത്ത് ഇവിടെയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ വരയ്ക്കരുത്. പോടാ വീട്ടില്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അവന്റെ ഒരു ചിത്രം. എല്ലാം മനസ്സിലായി. നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വരുന്നവരാണ്. ഗ്രാമത്തിലെ മനുഷ്യന്റെ മനസ്സിന്റെ പരിശുദ്ധി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ വന്നോളൂ, പൊയ്ക്കോളൂ. പാവപ്പെട്ട ഞങ്ങളിൽ നിന്ന് നിങ്ങൾ കാണണ്ട. ഞങ്ങളുടെ പടങ്ങൾ വരയ്ക്കുകയും വേണ്ട. വള്ളത്തിൽ കയറി തീരുമല്ല, എനിക്ക് കൊച്ചന്മാരുടെ കൂടെ കാലിൽ കയറി വെച്ചില്ല. അതുകൊണ്ടല്ലേ നീ നൃത്തം വെക്കാതെ അവളെ ചുമ്മാ അവിടെ നിൽക്കണം നിൽക്കണം. എന്താ കേശവ? നിങ്ങളെ കണ്ടൊരു 4 വാക്ക് പറയാൻ വന്നാ ഞാൻ. ഒരു 2 വാക്ക് എനിക്കും പറയാനുണ്ട്. എന്നാ നിന്റെ 2 ആദ്യം കഴിഞ്ഞോ? ചേട്ടൻ 4 വാക്ക് കഴിഞ്ഞോട്ടെ. അല്ല നിന്റെ 2 കഴിഞ്ഞോട്ടെ. ചേട്ടൻ 4 വാക്ക്, നിന്റെ 2 കഴിഞ്ഞോട്ടെ. എന്നാ നിങ്ങൾ 2 നാലും കഴിയട്ടെ. ഭാഗ്യമേ, എന്താ പറയാന്ന് വെച്ചാൽ വേഗം പറ, എനിക്ക് വേറെ ജോലിയുണ്ട്. ആ ഗോപി എന്ന് പറയുന്ന അവൻ നിങ്ങളുടെ മകനല്ലേ? എന്താ അവനെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കൊച്ചമ്മയെ. കൊച്ചമ്മയോ? ഇവൻ ഏതാ കേശവ? ഇവന്റെ പേര് സദാശിവൻ. വിജയലക്ഷ്മി കൊച്ചമ്മയുടെ കൂടെ എറണാകുളത്ത് വലിഞ്ഞു കയറി വന്നതാ. ഒരു കഴുതയാ. അതെ, അത് താൻ. ഞങ്ങളുടെ കൊച്ചമ്മേ കുറച്ചു ദിവസം സ്വൈര്യമായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാൻ വേണ്ടി വന്നതാ. അതിന് നിങ്ങളെ മോൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഭാഗ്യമേ, ഈ തെങ്ങിനും കവുങ്ങിനും ഒരേമാതിരി തളപ്പ് കെട്ടിയാൽ അത് അപകടമാണെന്ന് നിങ്ങളുടെ മോനോടൊന്ന് പറഞ്ഞേക്കണം. അത് പറയാൻ അവൻ ആ കുഞ്ഞിനെ വല്ലതും ചെയ്തോ? ചെയ്തോന്നു? ആ കുഞ്ഞു വരച്ചൊരു നല്ല ചിത്രം അവൻ കീറി പുറത്ത് കായലിക്കായിരുന്നില്ലേ? ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലെങ്കിലേ ഞങ്ങൾ എറണാകുളത്ത് ആളെ കൊണ്ടുവരും. അതിന് ഞങ്ങളൊക്കെ മരിച്ചിട്ട് മതി. എന്നിട്ടാണ് അവര് വന്നപ്പോ താനിവിടെ വാലും മടക്കിയിരുന്നത്. നീയൊക്കെ ഉണ്ടായിരുന്നു. നീ എന്ത് ചെയ്തു? താനിവിടെ വാലും ചുരുട്ടിരിക്കില്ലായിരുന്നു. നീ വാലും പൊക്കി. നിങ്ങൾ എന്നെ വഴക്ക് കൂട്ടണ്ട, ഞാൻ അവനോട് ചോദിച്ചോളാം.
നിങ്ങൾ ചോദിച്ചില്ലേ ഇങ്ങോട്ടേക്ക് ഞാൻ ചോദിക്കും. നീ ചോദിക്കും. ഞാൻ ചോദിക്കും. ചോദിച്ച് സമാധാനമായിട്ട് തിരിച്ചു വാ. ഇനി കണ്ടെങ്കിൽ അയ്യോ എന്റെ അമ്മോ ചേട്ടാ ഞാൻ ചോദിക്കുന്നില്ല, ചേട്ടൻ ചോദിച്ചാൽ മതി. ചേച്ചി അമ്മോ ഞാനിനി എന്ത് ചെയ്യും? ആരോട് പറയും? ആര് പറഞ്ഞാൽ കേൾക്കും? ഇങ്ങനെ ഒരു ദുസ്വഭാവം എന്റെ പൊന്നുമോനോട് ഇരിപ്പുണ്ടോ? ഞാൻ പിന്നെ എവിടെ പോകണമെന്നാ പറയുന്നത്? എടാ, നിന്റെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇനി ഇവിടെ താമസിക്കുകയില്ല. ഞാൻ എന്റെ ആങ്ങളോട് പോയി താമസിക്കും. പറഞ്ഞേക്കാം. ചിരിക്കുന്നു. എപ്പോഴും അമ്മ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാറുള്ളതല്ലേ? ആ എന്നാ അങ്ങനല്ല, ഞാൻ പോവുക തന്നെ ചെയ്യും. എടാ, നിന്റെ ഈ സ്വഭാവം ആ പെണ്ണിനോട് എന്തിനാ കാണിച്ച്? ആ പെണ്ണ് ആരാണെന്ന് നിനക്കറിയാമോ? ഓ എനിക്കറിയാം. അവർക്ക് എറണാകുളത്ത് വലിയ കാറും ബംഗ്ലാവും കൊണ്ടായിരിക്കും. അത് അവളുടെ കാര്യം. അമ്മേ, ആ പെണ്ണ് എന്റെ ഒരു പണം വരച്ചാണ് ചേട്ടൻ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. വിട്ടേ പെണ്ണുങ്ങളെ കണ്ടാ നീ നിന്നെ തന്നെ മറക്കുന്നുണ്ട്. ഞാനിതൊന്നും അറിയുന്നില്ല എന്ന് കരുതണ്ട. അവനെ നിന്നെ പോലെ പെണ്ണുങ്ങളെ അവർക്ക് നടക്കണമെന്നാണ് പറയുന്നത്. വേണ്ട, നാണവും മാനവും കെട്ട് കണ്ട പെണ്ണുങ്ങളുടെ ഒത്ത പുറകെ നടന്നോട്ടെ. ചേട്ടനെന്തിനാ ദേഷ്യപ്പെടുന്നത്? ആ സ്ത്രീ ചേട്ടന് കല്യാണം ആലോചിക്കാൻ വന്നതാണ്. ഇതെന്താ ഞാനിങ്ങോട്ടൊക്കെ കഴിയുമ്പോ എന്തായാലും പോകുന്നത്? അത് കൊള്ളാമല്ലോ. കണ്ടോമേ, കല്യാണം വാക്ക് കേട്ടപ്പോഴേ ചേട്ടൻ ദേഷ്യം വന്നു. ഈ കണക്കിന് എന്റെ കാര്യം കുഴപ്പമല്ലോ. അതെന്താ? ചേട്ടന് കല്യാണം വേണമെങ്കിൽ എനിക്ക് വേണ്ടേ? ആഹാ, എന്നിട്ട് എന്റെ എടുത്തിട്ട് കൊണ്ടുപോവാ. അത് കൊള്ളാം. നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വരുന്നവരാണ്. ഗ്രാമത്തിലെ മനുഷ്യന്റെ മനസ്സിന്റെ പരിശുദ്ധി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്താ ആലോചിച്ച് കിടക്കുന്നത്? എന്താ ചേച്ചി? ദേവുവിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കണം. നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ആ ചേച്ചി, ആരെയാ? ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആ സ്നേഹത്തെ പറ്റിയല്ല ചോദിച്ചത്. പിന്നെ പല പുരുഷന്മാരെയും. എന്താ മറുപടി പറയാത്തത്? ഒരിക്കൽ ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു. എന്നിട്ട് അങ്ങർക്ക് എന്റെ സ്നേഹം കാണാൻ കഴിഞ്ഞില്ല. ആരാ അത്? അങ്ങരിപ്പ ഇല്ല, മരിച്ചുപോയി. ദേവു ചിരിക്കുന്നു. അത് ഓർക്കുമ്പോ എനിക്ക് എപ്പോഴും ചിരിയാ വരിക. ആ നേരെ കുറേയായി. ചേച്ചി ഉറങ്ങിക്കൊള്ളു. തന്റെ മുഖം കണ്ട അന്ന് തന്റെ പാട്ട് പോടും. ഒന്ന് വൈകുന്നേരക്ക് ഇതിലേ വഹിച്ചോ. അതിനെന്താ? നീ ഇങ്ങോട്ട് ഇറങ്ങി കൊടുക്കണം. സ്ത്രീധന ആദ്യം ഇങ്ങോട്ട് പോട്ടെ. ആനയൊന്നല്ലോ, മനുഷ്യനല്ലേ. ഇതിലേ വഹിച്ചൂടെ? ഇതിലേ വഹിച്ചോ. ശല്യമായല്ലോ. ഇതിലേ പോയാ മതി. ഇതാ നല്ല വഴി. ഇതിലേ വായി നോക്കി. നീ ഇങ്ങോട്ട് മാറണ്ട. കുട്ടി എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്? വേണ്ട, ഇതിലേ വഹിച്ചോ. ഇതാ നല്ല വഴി. ഇതിലേ വഹിച്ചോ. ആലവലാതി വേണ ഞാൻ പിടിക്കാ. കേശവേട്ടാ, ഏതാ പെണ്ണ്? എനിക്കറിഞ്ഞൂടാ. ഒന്നറിയണമല്ലോ. എനിക്കറിയില്ലടാ. നമുക്കൊന്ന് അന്വേഷിക്കാം. നീ വേണി പോയി അന്വേഷിച്ചു. എവിടെ ചെന്ന് അന്വേഷിക്കാം? എവിടെ ചെന്ന് അന്വേഷിക്കാൻ? അതാ അങ്ങോട്ടേയല്ലേ. എവിടെ? അയാളോട് ചോദിച്ചാൽ മതി. ഇന്നാട്ടിലെ പെണ്ണുങ്ങളുടെ എല്ലാ വിവരവും അയാൾക്കറിയാം. കേശവേട്ടൻ മാറാൻ പറഞ്ഞില്ലേ? പോടാ, കാശ് വരെ തരാം. നിനക്ക് എന്താ വിശ്വാസമില്ലേ? പോടാ വന്ന്. എന്ത് വേണം? ഒന്ന് ചോദിച്ചോട്ടെ? എന്ത് വേണമെന്ന്? ഇപ്പൊ തന്നെ സുന്ദരിയായൊരു പെണ്ണ് ഇതിനകത്തോട്ട് കയറിയില്ലേ? ഏതാ അവള്? പെണ്ണോ? ഇതിനകത്തോ? എപ്പ കേറി? ഇപ്പൊ കേറി. ഇവിടെ എങ്ങും വന്നില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ. ഞാൻ കണ്ടില്ല. എങ്കിലും ഇവരെ കണ്ണുപോലെ തകരാറും കാണും.
എന്റെ കണ്ണിന് ആ ഒരു കുഴപ്പമില്ല, അത് കള്ളുഷാപ്പാ. ഏത് ഷാപ്പായാലും പെണ്ണകത്തുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ആ എന്ന് പറ. അപ്പൊ പെണ്ണകത്തുണ്ട്. ഇനി അവൾ ഏതാണെന്നും കൂടി ഒന്ന് പറഞ്ഞതാ. അറിഞ്ഞിട്ട് എന്താ കാര്യം? കാര്യണ്ട്. ദേവി ഏതൊന്ന് പറഞ്ഞതാ. എന്റെ ഒരു അന്ത്യാഭിലാഷമാണ്. ഓ, അന്ത്യാഭിലാഷം. അത് അതായത് മരിക്കുന്നതിന് മുമ്പുള്ള അഭിലാഷം, ആ, ഒടുക്കത്തെ അഭിലാഷം അല്ലേ? അതെ. ഓ, പറഞ്ഞുതരാം. ഓമനെ, 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 ഓമനെ. ഓമനെ, നീ ആരാണെന്ന് പിന്നെ അറിഞ്ഞു നോക്കൂ. ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇങ്ങയുടെ സഹോദരിയാണ്. ഇപ്പൊ മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി. ഇല്ല, മനസ്സിലായില്ല. എല്ലാം മനസ്സിലായി. ഓമനൊന്നില്ലടാ. എടാ, പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്ത് വഴി? അയ്യോ! ഇപ്പൊ മനസ്സിലായില്ലേ പെണ്ണ ഏതാണെന്ന്? തന്നെ എടുത്തോളാ. ആ, ഞാൻ അങ്ങോട്ട് വരാം എടുക്കാൻ. ആ. ആ, അതാണ് നമ്മുടെ അമ്പലം. ഇനി നമുക്ക് കാണാനുള്ളത് അക്കരെയാണ്. അവിടെ നിന്ന് നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? എങ്ങനെ അക്കരയ്ക്ക് പോകും ദേവു? ചേട്ടാ, എന്താടി? ഞാൻ ഈ ചേച്ചിക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിന് ഞാൻ എന്ത് വേണം? ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് വിട്ടു തരുമോ? വേണ്ട ദേവു. നീ എന്നെ കളിയാക്കാണോ? അയ്യോ ഇല്ല ചേട്ടാ, കാര്യമായിട്ടാ പറയുന്നത്. എന്ത് കാര്യമായാലും അവനവന്റെ സൗകര്യത്തിന് പൊയ്ക്കോണം. ദേവു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? കൊച്ചമ്മേനെ വേണമെന്ന് പറഞ്ഞാലും അതിന് ഗോപിയെ കിട്ടില്ല. ചേട്ടൻ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? വാശിയല്ല, നിന്നെ ഒന്നും ഞാൻ എന്റെ വള്ളത്തിൽ കയറ്റില്ല. നിന്റെ കൊച്ചമ്മ വലിയ പണക്കാരിയല്ലേ, ബോട്ടിൽ കയറി പോരും. ചേച്ചിക്ക് വള്ളത്തിൽ തന്നെ കയറാൻ വേണ്ടിട്ടാ. ദേവു, അതിന് മറ്റു വല്ല അലവലാദികളുടെ വെള്ളവും നോക്കാൻ പറ. എടി ദേവേ, നിനക്ക് അറിയില്ല അവന്റെ സ്വഭാവം. ഈ ലോകത്ത് ഒരു പെണ്ണും അവനോട് സംസാരിക്കാൻ പോവുകയല്ല. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പിന്നെ ഗോപിച്ചേട്ടന് ദേഷ്യം വന്നാ കാണാൻ നല്ല രസമാ. ഇതാ 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 ഇതേ അവന്റെ അനിയനാ. അവൻ പെൺ വിരോധിയാണെങ്കിൽ ഇവൻ പെൺ കൊതിയനാ. മിണ്ടാതിരിയടാ. എവിടെയും കാണുകയില്ല ഇങ്ങനെ ഒരു ചേട്ടനി അനിയനി. ആ പൗലുസേട്ടാ, ഓ, ഞങ്ങൾക്കൊന്ന് അക്കരയ്ക്ക് പോണല്ലോ. എന്താ ഒരു വഴി? ഈ പെൺകൊച്ചിനെ ഈ കുട്ടനാടൊന്നും ചുറ്റി കാണിക്കണം, അത്രയല്ലേ വേണ്ടൂ. ആ. ഞാൻ ഏറ്റു. വന്നോ. ചേച്ചി വരൂ വരൂ, നമുക്ക് പോവാം. കേറിയട്ടെ.